ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്ന കേട്ടോ. ഇന്ന് ഒരു ഹാഫ് ഓഫ് മൈ ഡേ ആണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി തുടങ്ങി കേട്ടോ. ഇന്നലെ അരച്ച വെച്ച അപ്പമാവ് നന്നായിട്ട് പൊളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ അടുപ്പത്തോട്ട് വെച്ചു. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ഇന്നലത്തെ ചിക്കൻ കറി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ചിക്കൻ കറിയുമാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പാലും കൂടെ അപ്പുറത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ വേദുവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന അപ്പാട്ടോ. ഇതിനകത്ത് ഒരു സ്പൂൺ ഒഴിച്ച് കഴിഞ്ഞാൽ വേദു ആ ഒരു സ്പൂണിൻ്റെ അപ്പം മാത്രമേ കഴിക്കുള്ളൂ. അപ്പം ഇത് മൊത്തം എണ്ണത്തിൻ്റെ കണക്കാണ്. അങ്ങനെ ഞാൻ 1.5 സ്പൂൺ വെച്ചിട്ട് ആണ് വേദുവിന് ഒരപ്പം ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്തൊക്കെ ചെയ്താലല്ലേ ഒന്ന് പിടിച്ചിരിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ വേദുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒരപ്പവും കൂട്ടത്തിൽ കുറച്ച് ചിക്കൻ കറിയൊക്കെ ഒഴിച്ചിട്ട് വേദുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കൊടുത്തിട്ടോ. എന്നതിന് ശേഷം പിന്നെ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അപ്പമൊക്കെ ചുട്ടെടുത്തു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് പാല് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് തിളയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ പാത്രം കിടന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ ഞാനും പാത്രം തമ്മിലുള്ളൊരു യുദ്ധമായിരുന്നു. ഞാനതിന് കൊന്നാലും ഡാൻസ് ചെയ്യാൻ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിങ്ങനെ പിടിച്ച് വെച്ചിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ വേദനയുള്ള പാലൊക്കെ ഒഴിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ചായക്കുള്ള ചായപ്പൊടിയും പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടോ. ചില ദിവസങ്ങളിൽ എനിക്കിങ്ങനെ ഏലക്കയും ചുക്കൊക്കെ ഇട്ടിട്ടുള്ള ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അപ്പമൊക്കെ എടുത്തു, ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇന്നത്തെ എൻ്റെ പ്ലാനിങ് മൊത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്നും പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുക കേട്ടോ. അങ്ങനെ പിന്നെ ഓരോ കാര്യമൊക്കെ പറഞ്ഞ് വേദൂസും ഞാനും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടു പെട്ടെന്ന് തന്നെ. ഇവരും ഞങ്ങളുടെ വീട്ടിലെ അന്തേവാസികളാട്ടോ. അങ്ങനെ ഞങ്ങളുടെ കയ്യിലിപ്പം 3 ടാങ്കുണ്ട്. ഇത് രാഹുലിൻ്റെ ഫ്രണ്ടൊക്കെ നാട്ടിൽ പോയപ്പം അവർ ഞങ്ങൾക്ക് തന്നിട്ട് പോയതാട്ടോ. ഇതിന് മീൻ മേടിക്കാൻ പോയതിൻ്റെ പുറകിലും ഇവിടെ ഒരു കഥയുണ്ട്. നമ്മുടെ നാട്ടിൽ പോലെയല്ല, നമുക്കിവിടെ അങ്ങനെ ഒരുപാട് മീനൊന്നും അവർ തരില്ല കേട്ടോ. ആദ്യം നമ്മുടെ അക്വേറിയത്തിൻ്റെ വലിപ്പവും ഇതൊക്കെ നോക്കിയിട്ടാണ് ഇവർ നമുക്ക് മീനിനെ തരുന്നത്. അങ്ങനെ പിന്നെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്കത്തുള്ള ഊണിനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അരിയൊക്കെ കഴുകി അടുപ്പത്തെടുത്ത് വെച്ചു. പിന്നെ ഇത് ഞങ്ങൾക്ക് ഇന്നലെ നമ്മുടെ മേളിലുള്ള ചേച്ചി നാട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടു തന്നെ കേട്ടോ, കോഴിക്കോട് ഹൽവയും ചിപ്സും. അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് വേദുവിനും കൊടുത്തു. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം കൊള്ളാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ കിച്ചനൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഉച്ചയ്ക്കുള്ള നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് കൊഞ്ചിരുന്നത് നന്നാക്കി എടുക്കും കേട്ടോ. വലിയ പാടൊന്നുമില്ല. കൊഞ്ചിൻ്റെ തലയൊക്കെ അവർ ഓൾറെഡി കളഞ്ഞിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. അതിൻ്റെ പുറത്തുണ്ടായിരുന്ന തൊലിയും ആ ഒരു നെർവും മാത്രമേ നമ്മൾ വലിച്ചെടുക്കേണ്ടുള്ളൂ. പിന്നെ ഞങ്ങളിന്ന് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വെച്ചിട്ടോ. അങ്ങനെ ഞാൻ പിന്നെ തേങ്ങയൊക്കെ എടുത്ത് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിലേക്കൊക്കെ വെച്ച് ആ സമയത്ത് തന്നെയാണ് ഞാൻ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞെടുക്കാമെന്ന് വെച്ചിട്ടോ. ഇഞ്ചി എടുത്തപ്പോൾ ഇഞ്ചിക്കകത്ത് മുളക് വന്നു. ഞാൻ അതിനകത്ത് നിന്ന് ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഉണ്ടായിരുന്ന ഒരു പാത്രത്തിനകത്തോട്ട് വെച്ചിട്ട് ഇഞ്ചി കൃഷിയും കൂടെ തുടങ്ങാമെന്ന് വെച്ചു. ഇവിടെ ഇപ്പോൾ ഓൾറെഡി കൊച്ചുള്ളി കൃഷിയും പുതിന കൃഷിയൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ചീത്തയായി പോകുന്ന സാധനങ്ങളും മുള വന്ന സാധനങ്ങളൊക്കെ ചുമ്മാ വെച്ചിട്ട് മണ്ണിട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പുറത്ത് കാണുന്നത് കേട്ടോ കൊച്ചുള്ളി. ഒരു ചട്ടിക്ക് ഇരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഹാർവെസ്റ്റ് ചെയ്തെടുത്തതാണ്. അതിനകത്ത് കുറേ ഉണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ടൊരു തോരനുള്ള കൊച്ചുള്ളിയുടെ ഇല എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് ഇഞ്ചിയൊക്കെ നന്നാക്കി എടുത്തു. എന്നതിന് ശേഷം കുറച്ച് പച്ചമുളകും കൂടെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ തേങ്ങ അരയ്ക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. തേങ്ങയ്ക്കകത്ത് ഞാനാണെങ്കിൽ ജീരകവും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് പുളിയും കൂടെ ഇട്ടിട്ട് ഒരുമിച്ചിട്ടിട്ട് അങ്ങ് അരച്ചെടുക്കും കേട്ടോ. ലേശം വെള്ളവും കൂടെ ചേർത്തിട്ട് അതാവുമ്പോൾ നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് നമ്മുടെ പാത്രത്തിനകത്തോട്ട് ഇതങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പ്രത്യേകിച്ചൊന്നും എക്സ്ട്രാ മിക്സിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ പാത്രത്തിനകത്തോട്ട് കൊഞ്ചും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇട്ടതിനകത്തോട്ട് ഈ അരപ്പും കൂടെ ചേർത്തിട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടുപ്പിലോട്ടങ്ങ് വെച്ചു. പെട്ടെന്ന് തന്നെ തിളച്ച് വന്നോളൂട്ടോ. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 3 പേര് മാത്രമുള്ളത് കാരണം ഞങ്ങൾക്ക് ഒരുപാട് കറിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഇത്തിരി ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയിരുന്ന കൊഞ്ച് കുറച്ചെടുത്തിട്ട് വറക്കാൻ വേണ്ടി ഇട്ടു. ഞാൻ ഇതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും മാത്രം ആഡ് ചെയ്ത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ കൊഞ്ച് കറി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് തീയൊക്കെ കുറച്ചിട്ട് ഇച്ചിരി സമയം കൂടെ അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കൊഞ്ചൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ആ ടൈം കൊണ്ട് തന്നെ അപ്പുറത്ത് നമ്മുടെ പ്രോൺസും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്.
ഫുഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ വീട് വൃത്തിയാക്കാനൊക്കെ പോയിട്ടോ. അങ്ങനെ ഞാൻ വീടൊക്കെ ഒന്ന് തൂത്തെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ വേസ്റ്റ് കൊണ്ട് കളയാൻ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ഓരോ ഫ്ലോറിലും ഓരോ ഗാർബേജ് യൂണിറ്റ് ഉണ്ട് കേട്ടോ. വീട്ടിലൊക്കെ നമ്മൾ നിൽക്കുന്നെങ്കിൽ ഓരോ ടൈപ്പ് വേസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് കവറിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ പുറത്ത് വെക്കണം. വീക്ക്ലി വൺസ് വണ്ടി വരും, അങ്ങനെ വണ്ടിക്കകത്ത് ഗാർബേജ് ഒന്നും എടുത്തുകൊണ്ട് പോകും അങ്ങനെയൊക്കെയാണ്. പക്ഷേ അപ്പാർട്ട്മെൻറ്റിലായപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമല്ല കേട്ടോ. നമുക്കെല്ലാം കൂടെ ഒരു കവറിലിട്ടിട്ട് ആ ഗാർബേജ് യൂണിറ്റിൽ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്താൽ മതി, അതങ്ങ് പോയിക്കോളും. പിന്നെ ആ ഗാർബേജൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ മൊത്തത്തിൽ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെ വീടൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒന്നും ഞങ്ങൾ ഇതുവരെ അഴിച്ചിട്ടില്ല കേട്ടോ. അത് അഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ. ആരാന്നല്ലേ, നമ്മുടെ റൂംമേറ്റ്സ് ആണ്. അവരിപ്പോൾ നാട്ടിൽ പോയേക്കുവാണ്. അവർ 2-3 ദിവസത്തിനുള്ളിൽ എത്തും. അപ്പം അവർ വന്നിട്ട് കുഞ്ഞിനെയും കൂടെ കൂട്ടിയിട്ട് ഇതെല്ലാം ഒന്ന് അഴിച്ചെടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ വേദൂസിനെ അങ്ങോളം ഇങ്ങോളം തള്ളി നീക്കിക്കൊണ്ട് ഹോള് മൊത്തം തുടച്ചെടുത്തു കേട്ടോ. എന്നതിന് ശേഷം ഇന്ന് കുറച്ച് അലക്കൽ പരിപാടികളും കൂടെ ഉണ്ട്. അപ്പോൾ തുണിയൊക്കെ ഞാൻ ഓൾറെഡി മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് നാട്ടിലത്തെ പോലെ ഉണക്കിയെടുക്കാൻ പറ്റാത്ത കാരണം എല്ലായിടത്തും ഡ്രയർ യൂസ് ചെയ്താൽ നമ്മൾ തുണിയൊക്കെ ഉണക്കിയെടുക്കുന്ന കേട്ടോ. പിന്നെ വീടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ വന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മുട്ടി വിരിച്ചു. എന്നതിന് ശേഷം ഉണ്ടായിരുന്ന പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നാട്ടിൽ വിളിച്ചിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി അടുത്തൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ പരിപാടിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതപ്പം പണിയും നടക്കും, ബോറടിക്കുകയില്ല, അവരുടെ അടുത്ത് സംസാരിക്കാനും പറ്റും. അവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ്, നമുക്കും ഒരു എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ചു. ബെഡ്ഷീറ്റ് ഇരുന്നൊക്കെ ഒന്ന് മുട്ടി വെച്ചതിന് ശേഷം കുറച്ച് സോക്സ് ഇരുന്നത് കഴുകാൻ എടുത്തു കേട്ടോ. ഇത് ഞാൻ സോക്സ് കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൊച്ചു മെഷീൻ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇതിനകത്ത് സോക്സൊക്കെ കഴുകിയെടുക്കാൻ ഭയങ്കര എളുപ്പമാട്ടോ. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പ്ലഗ് ചെയ്തിട്ട് നമ്മുടെ ലിക്വിഡ് ഒഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് സോക്സൊക്കെ കഴുകി കിട്ടും. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടുന്നുമുണ്ട്. പിന്നെ ഞാൻ മെല്ലെ അതൊക്കെ എടുത്ത് വെച്ച് സോക്സൊക്കെ ഒന്ന് കഴുകാനിട്ടതിന് ശേഷം ഓരോ ക്യാൻഡിൽസ് കത്തിച്ചിട്ട് ഹാളിലും പിന്നെ റൂമിലും ബാത്റൂമിലൊക്കെ കൊണ്ടുവച്ചിട്ടോ. അപ്പം ഇനി ഓടിപ്പോയി കുളിച്ചിട്ട് ഫുഡൊക്കെ കഴിക്കണം. ഇന്നേക്ക് അത്രയേ ഉള്ളൂ. സീ യു ഇൻ അനദർ വീഡിയോ.